നമസ്കാരം. അവിശ്വാസികളായ കാഫിറുകളുമായി ആരും ചങ്ങാത്തം കൂടരുതെന്നും ഇന്ത്യയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന അഫ്ഗാനികൾക്ക് എങ്ങനെ യഥാർത്ഥ മുസ്ലിമുകളാകാൻ കഴിയുമെന്നുമുള്ള വിചിത്രവും അപകടകരവുമായ വാദങ്ങളുമായി പാക് സൈന്യത്തിന്റെ ഔദ്യോഗിക വക്താവായ ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് ചൗധരി തന്നെ നേരിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലും വാർത്താ ചാനലുകളിലും ഇതിനകം തന്നെ ഈ പ്രസംഗത്തിന്റെ ദൃശ്യങ്ങൾ വൈറലായി കഴിഞ്ഞു. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും കടുത്ത വിമർശനങ്ങളാണ് പാക് സൈന്യത്തിന്റെ ഈ തരംതാണ വർഗീയ പരാമർശങ്ങൾക്കെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയമായ പാപ്പരത്വവും ആശയക്കുഴപ്പവും കാരണം എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന പാക് സൈനിക മേധാവികളുടെ യഥാർത്ഥ മുഖമാണ് ഈ സംഭവത്തിലൂടെ വീണ്ടും ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടപ്പെടുന്നത്. പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഔദ്യോഗിക വക്താവ് ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് ചൗധരി നടത്തിയ ഈ ഒരു പരസ്യമായ വിദ്വേഷ പ്രസംഗം കേവലം ഒരു വ്യക്തിയുടെ അഭിപ്രായം മാത്രമല്ല, പാക് ഭരണകൂടത്തിന്റെ ഔദ്യോഗിക മാനസികാവസ്ഥയാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നത്. മത തീവ്രവാദത്തെയും സങ്കുചിത ചിന്താഗതികളെയും കൂട്ടുപിടിച്ചു മാത്രമേ തങ്ങൾക്കിനി പിടിച്ചു നിൽക്കാൻ സാധിക്കൂ എന്ന പാക് സൈന്യം ഭയപ്പെടുന്നുണ്ട്. രാജ്യത്തിനകത്ത് സാമ്പത്തിക തകർച്ചയും പട്ടിണിയും തൊഴിലില്ലായ്മയും രൂക്ഷമായി തുടരുമ്പോൾ അതേക്കുറിച്ചൊന്നും സംസാരിക്കാൻ ധൈര്യമില്ലാത്തവർ ജനങ്ങളുടെ വികാരങ്ങളെ ചൂഷണം ചെയ്യാൻ വീണ്ടും മതത്തെ ആയുധമാക്കുകയാണ്. അവിശ്വാസികളുമായി സൗഹൃദം സ്ഥാപിക്കുന്നത് പാപമാണെന്നും വിശ്വാസികളായവരെ സംരക്ഷിക്കാൻ ബാധ്യതയുണ്ടെന്നുമുള്ള പേരിൽ ഇവർ നടത്തുന്ന വാദങ്ങൾ തികച്ചും അപലപനീയമാണ്. ഇത്തരം പ്രസ്താവനകളിലൂടെ ഇവർ ലക്ഷ്യം വെക്കുന്നത് വലിയൊരു വിഭാഗം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക എന്നത് മാത്രമാണ്. വർഷങ്ങളായി പാകിസ്ഥാൻ ഭരണകൂടം തങ്ങളുടെ പൗരന്മാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ തുടർച്ച മാത്രമാണിത്. എന്നാൽ ഇന്നത്തെ കാലത്ത് ഇത്തരം വില കുറഞ്ഞ തന്ത്രങ്ങൾ കൊണ്ട് ജനങ്ങളെ എക്കാലവും കബളിപ്പിക്കാൻ കഴിയില്ല എന്നതിന്റെ തെളിവാണ് അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് പോലും ഇവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ശക്തമായ എതിർപ്പുകൾ. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി വളർന്നു വരുന്ന സൗഹൃദവും നയതന്ത്ര ബന്ധവുമാണ് പാക് ജനറലിനെ ഇത്രത്തോളം ചൊടിപ്പിച്ച പ്രധാന കാര്യം. ദക്ഷിണേന്ത്യൻ മേഖലയിൽ തങ്ങളുടെ സ്വാധീനം നഷ്ടപ്പെടുന്നു എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ പാക് സൈന്യത്തിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. അഫ്ഗാൻ ജനത ഇന്ത്യയുമായി നല്ല രീതിയിൽ സഹകരിച്ചു മുന്നോട്ടു പോകുന്നതും പരസ്പര സഹായങ്ങൾ കൈമാറുന്നതും പാകിസ്ഥാനിലെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർക്ക് തീരെ സഹിക്കുന്നുമില്ല. ഇന്ത്യക്കാരുമായി തങ്ങൾക്ക് ജനിതകപരമായ സാമ്യമുണ്ടെന്ന് അഫ്ഗാനികൾ പറയുന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പാക് ജനറൽ കടുത്ത മതപരമായ ചോദ്യങ്ങൾ ഉന്നയിച്ചത്. ഇന്ത്യയുമായി രക്തബന്ധമോ സംസ്കാരമോ പങ്കുവെക്കുന്നവർക്ക് എങ്ങനെ യഥാർത്ഥ മുസ്ലിങ്ങളായി ജീവിക്കാൻ സാധിക്കും എന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ ഏവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. അയൽ രാജ്യങ്ങളുമായി സമാധാനപരമായി സഹവസിക്കാൻ ആഗ്രഹിക്കുന്ന പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെ പോലെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ വരുതിയിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ ആ ഒരു സ്വപ്നം തകർന്ന് തരിപ്പണമാകുമെന്നതിന്റെ ദേഷ്യമാണ് ഇത്തരം വിദ്വേഷ പ്രസംഗത്തിലൂടെ ജനറൽ പുറത്തുവിടുന്നത്. താലിബാനെ കുറിച്ചും തെഹ്രീ താലിബാൻ പാകിസ്ഥാനെ കുറിച്ചും ജനറൽ തന്റെ പ്രസംഗത്തിൽ കടുത്ത ഭാഷയിലാണ് സംസാരിക്കുന്നത്. എന്നാൽ ഇവിടെ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, താലിബാനെ ഇന്നത്തെ നിലയിലേക്ക് വളർത്തിയെടുക്കുന്നതിൽ പാകിസ്ഥാൻ സൈന്യത്തിനും ഇന്റലിജൻസ് വിഭാഗമായ ISIക്കുമുള്ള പങ്ക് വളരെയധികം വലുതാണെന്നതാണ്. സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനും അഫ്ഗാനിസ്ഥാനിൽ തങ്ങളുടെ സർക്കാരിനെ പ്രതിഷ്ഠിക്കാനും വർഷങ്ങളായി ഭീകരവാദികളെ വളർത്തിയത് പാകിസ്ഥാനാണ്. എന്നാൽ പിന്നീട് അതേ ഭീകരർ തന്നെ തങ്ങൾക്ക് വലിയൊരു ഭീഷണിയായി മാറുന്ന കാഴ്ചയാണ് 2021 ശേഷം പാകിസ്ഥാൻ കണ്ടത്. അഫ്ഗാനിസ്ഥാനിലെ നിലവിലെ ഭരണകൂടം ഭീകരവാദം ഉപയോഗിച്ചാണ് സമ്പദ് വ്യവസ്ഥയും നയതന്ത്ര ബന്ധങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നാണ് പാക് ജനറൽ ഇപ്പോൾ ആരോപിക്കുന്നത്. കള്ളം പറഞ്ഞും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയും സ്വന്തം പാപക്കറ കഴുകിക്കളയാനാണ് പാകിസ്ഥാൻ എപ്പോഴും ശ്രമിക്കുന്നത്. തങ്ങൾ വർഷങ്ങളായി ചെയ്തു കൂട്ടിയ തെറ്റുകളുടെ ഫലം ഇന്ന് സ്വന്തം രാജ്യത്ത് അനുഭവിക്കേണ്ടി വരുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ അഫ്ഗാനിസ്ഥാന്റെയും ഇന്ത്യയുടെയും മേൽ കെട്ടിവെക്കാനാണ് പാക് സൈന്യം ശ്രമിക്കുന്നത്. ഇത് ചരിത്രത്തോട് ചെയ്യുന്ന വലിയ വഞ്ചന കൂടിയാണെന്ന് ലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അഫ്ഗാനിസ്ഥാനിൽ കടുത്ത ഭക്ഷ്യക്ഷാമവും പട്ടിണിയും രൂക്ഷമായ ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പാകിസ്ഥാൻ എടുത്ത ക്രൂരമായ നിലപാടുകൾ ലോകം കണ്ടതാണ്. സഹായം അഭ്യർത്ഥിച്ചെത്തിയ അയൽ രാജ്യത്തിന് പാകിസ്ഥാൻ നൽകിയത് പുഴുക്കുത്തേറ്റതും മനുഷ്യർക്ക് ഉപയോഗിക്കാൻ പോലും കൊള്ളാത്തതുമായ ഗോതമ്പായിരുന്നു. അയൽ രാജ്യത്തോട് കാരുണ്യം കാണിക്കേണ്ട സമയത്ത് പോലും സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങൾ മാത്രം മുന്നിൽ കണ്ട പാകിസ്ഥാന്റെ ഈ ക്രൂരത അഫ്ഗാൻ ജനത ഒരിക്കലും മറക്കില്ല. എന്നാൽ അതേ പ്രതിസന്ധി ഘട്ടത്തിൽ യാതൊരുവിധ മുൻവിധികളുമില്ലാതെ ഇന്ത്യ അഫ്ഗാന്റെ സഹായത്തിനെത്തി. അഫ്ഗാൻ ജനതയുടെ വിശപ്പകറ്റാൻ ഇന്ത്യ സൗജന്യമായി അയച്ചു നൽകിയത് 50,000 മെട്രിക് ടൺ ഗുണനിലവാരമുള്ള ഗോതമ്പായിരുന്നു. ഒരു രാജ്യത്തിന് യഥാർത്ഥത്തിൽ നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സഹായമായിരുന്നു അത്.
രാഷ്ട്രീയ ലക്ഷ്യങ്ങളെക്കാൾ മാനവികതയ്ക്ക് മുൻഗണന നൽകുന്ന ഇന്ത്യയുടെ ഈ നിലപാട് അഫ്ഗാൻ ജനതയുടെ ഹൃദയം കീഴടക്കുകയാണ് ഉണ്ടായത്. ദുരിതകാലത്ത് സഹായിച്ച ഇന്ത്യയോട് അഫ്ഗാൻ ജനത പരസ്യമായി നന്ദി പറയുകയും ചെയ്തു. ഈ ആത്മാർത്ഥമായ സൗഹൃദവും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴവുമാണ് പാക് സൈന്യത്തിന്റെ ഉറക്കം കെടുത്തിയ പ്രധാന കാരണം. പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഇരട്ടത്താപ്പും കപട മുഖവുമാണ് ഈ സംഭവത്തിലൂടെ ഒരിക്കൽ കൂടി വ്യക്തമാകുന്നത്. ഭീകരവാദത്തിന് താവളം നൽകുകയും അതുവഴി മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും ചെയ്യുന്നതിൽ കുപ്രസിദ്ധി നേടിയവരാണ് പാക് ഭരണാധികാരികൾ. എന്നാൽ ഇന്ന് ലോകവേദിയിൽ അവർ പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. തങ്ങളോടൊപ്പം നിന്നിരുന്ന രാജ്യങ്ങൾ പോലും ഇന്ന് പാകിസ്ഥാന്റെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിഞ്ഞ് അകലം പാലിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങൾ തങ്ങളുടെ കൈവിട്ട് ഇന്ത്യയോട് അടുക്കുന്നതാണ് പാക് ജനറലിനെ ഇത്രമാത്രം പ്രകോപിച്ചത്. മതത്തിന്റെ പേര് പറഞ്ഞ് ജനങ്ങളെ തമ്മിലടുപ്പിക്കാനുള്ള ഇവരുടെ ശ്രമങ്ങൾ സ്വന്തം രാജ്യത്തിന്റെ ജനങ്ങളിൽ പോലും ഇപ്പോൾ വിലപ്പോകുന്നില്ല. പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങൾ പോലും ഇന്ന് ഭക്ഷണത്തിനും അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടുമ്പോൾ സൈനിക ജനറൽമാർ ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങളുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് സ്വന്തം പരാജയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി മാത്രമാണ്. സമാധാനത്തിന്റെയോ പുരോഗതിയുടെയോ യാതൊരുവിധ ആശയങ്ങളും പങ്കുവയ്ക്കാനില്ലാത്തവർ ഒടുവിൽ മതപരമായ വിദ്വേഷത്തെ മാത്രം ആശ്രയിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. ഇത് പാക് സൈന്യത്തിന്റെ അവസാനത്തെ തുടക്കമാണെന്ന് നിരീക്ഷകർ പോലും വിലയിരുത്തുന്നു. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും, അവിടുത്തെ ജനങ്ങൾ ഇന്ത്യയെ എപ്പോഴും ഒരു നല്ല സുഹൃത്തായാണ് കണ്ടിട്ടുള്ളത്. സ്കൂളുകൾ, ആശുപത്രികൾ, വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ എന്നിവയിലൂടെ അഫ്ഗാൻ ജനതയുടെ ജീവിത നിലവാരം ഉയർത്താൻ ഇന്ത്യ നിരന്തരം സഹായിച്ചിട്ടുമുണ്ട്. എന്നാൽ പാകിസ്ഥാൻ ആകട്ടെ അഫ്ഗാനിസ്ഥാനിൽ അസ്ഥിരത സൃഷ്ടിക്കാനും ആഭ്യന്തര കലഹങ്ങൾ ഉണ്ടാക്കാനുമാണ് എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. അത്യാഹിത ഘട്ടത്തിൽ പോലും വിഷം കലർന്ന ഗോതമ്പ് നൽകി വഞ്ചിച്ച പാകിസ്ഥാനെയാണോ അതോ പ്രതിസന്ധി ഘട്ടത്തിൽ കൈത്താങ്ങായ ഇന്ത്യയാണോ അഫ്ഗാനികൾ സ്നേഹിക്കേണ്ടതെന്നത് ലളിതമായ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെയെല്ലാം അമർഷമാണ് ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് ചൗധരിയുടെ വാക്കുകളിൽ പ്രകടമായത്. മതത്തിന്റെ വേലിക്കെട്ടുകൾ നിർമ്മിച്ച് ആളുകളെ അകറ്റി നിർത്താൻ ശ്രമിക്കുന്തോറും ഇന്ത്യയുടെയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ഒരു ആത്മബന്ധം കൂടുതൽ ദൃഢമാവുകയാണ് ചെയ്തത്. പാക് ജനറലിന്റെ ഈ ഒരു വിദ്വേഷ പ്രസംഗം അഫ്ഗാൻ ജനതയുടെ കണ്ണ് തുറപ്പിക്കുന്നതിലും പാകിസ്ഥാന്റെ യഥാർത്ഥ മുഖം ലോകത്തിനു മുന്നിൽ ഒരിക്കൽ കൂടി തുറന്നു കാട്ടുന്നതിനും മാത്രമാണ് ഉപകരിച്ചത്. ബലൂചിസ്ഥാൻ അതിർത്തികളിൽ പാക് സൈന്യത്തിന് നേരിടേണ്ടി വരുന്ന കനത്ത തിരിച്ചടികളും ഈ പ്രകോപനത്തിന് പിന്നിലുണ്ട്. തങ്ങൾ സൃഷ്ടിച്ചെടുത്ത ഭീകര സംഘടനകൾ തന്നെ തങ്ങളെ തിരിഞ്ഞുകുത്തുന്ന ഒരു അവസ്ഥയാണ് പാകിസ്ഥാനിൽ ഇന്നുള്ളത്. സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷ പോലും ഉറപ്പാക്കാൻ കഴിയാത്ത ഒരു സൈന്യമാണ് അയൽ രാജ്യങ്ങളെയും അവിടുത്തെ ജനങ്ങളുടെ വിശ്വാസങ്ങളെയും കുറിച്ച് ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ സ്വന്തം സ്വാധീനം നിലനിർത്താൻ നടത്തിയ എല്ലാ നീക്കങ്ങളും പാളിയപ്പോൾ അവസാനത്തെ അടവായി വർഗീയതയുടെ വിഷം വമിക്കുന്ന പ്രസ്താവനകൾ നടത്താൻ ഇവർ നിർബന്ധിതരായി. ജനിതക സാമ്യമോ സംസ്കാരമോ അല്ല, മറിച്ച് ഏത് രാജ്യത്തോട് കൂറു പുലർത്തണമെന്നത് അഫ്ഗാൻ ജനതയുടെ സ്വന്തം തീരുമാനമാണ്. അതിലിടപെടാൻ പാക് സൈന്യത്തിന് യാതൊരു അവകാശവുമില്ല. എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാനുള്ള പക്വതയോ ദീർഘവീക്ഷണമോ ഇല്ലാത്ത ചില സൈനിക ഉദ്യോഗസ്ഥരുടെ കയ്യിൽ രാജ്യത്തിന്റെ ഭരണം അകപ്പെട്ടതാണ് പാകിസ്ഥാന്റെ ഇന്നത്തെ ദയനീയ അവസ്ഥയ്ക്കും കാരണം. ജനങ്ങളുടെ ശ്രദ്ധ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് വഴിതിരിച്ചുവിടാൻ പാക് സൈന്യം ഇനിയും ഇത്തരം തന്ത്രങ്ങൾ പയറ്റിയേക്കാം. എന്നാൽ അവയെല്ലാം പരാജയപ്പെടാനാണ് സാധ്യത. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ പാകിസ്ഥാന്റെ പ്രതിച്ഛായ ഇതിനോടകം തന്നെ പൂർണ്ണമായും തകർന്നു കഴിഞ്ഞിരിക്കുന്നു. ഭീകരവാദികളുടെ സുരക്ഷിത താവളമെന്ന ആക്ഷേപത്തിൽ നിന്ന് കരകയറാൻ പാടുപെടുന്നതിനിടയിലാണ് ഇത്തരം പരസ്യമായ വർഗീയ പരാമർശങ്ങൾ വരുന്നത്. ഒരു രാജ്യത്തിന്റെ സൈനിക വക്താവ് തന്നെ ഔദ്യോഗിക പദവിയിലിരുന്ന് മറ്റൊരു രാജ്യത്തെ ജനങ്ങളുടെ മതവിശ്വാസത്തെയും DNA കുറിച്ച് അധിക്ഷേപകരമായ രീതിയിൽ സംസാരിക്കുന്നത് അന്താരാഷ്ട്ര നയതന്ത്ര മര്യാദകളുടെ ലംഘനം കൂടിയാണ്. ഇത്തരം നടപടികൾ പാകിസ്ഥാനെ ലോകത്തിനു മുന്നിൽ കൂടുതൽ ഒറ്റപ്പെടുത്താൻ മാത്രമേ സഹായിക്കൂ. സ്വന്തം രാജ്യത്തെ പൗരന്മാരുടെ മൗലിക അവകാശങ്ങൾ പോലും സംരക്ഷിക്കാൻ കഴിയാത്തവർ അയൽരാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിൽ കല്ലുകടി ഉണ്ടാക്കാൻ നോക്കുന്നത് തികഞ്ഞ കാപട്യമാണ്. അഫ്ഗാനികളും ഇന്ത്യക്കാരും തമ്മിലുള്ള ബന്ധം ആഴത്തിലുള്ളതാണെന്ന യാഥാർത്ഥ്യം പാക് ജനറൽ എത്രത്തോളം മൂടിവെക്കാൻ ശ്രമിച്ചാലും അത് കൂടുതൽ ശക്തമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. വിദ്വേഷം വിതച്ച് വിജയം കൊയ്യാൻ നോക്കുന്ന പാക് സൈന്യത്തിന് കാലം നൽകുന്ന മറുപടി വളരെയധികം ശക്തമായിരിക്കും. പാകിസ്ഥാൻ സൈന്യം ഇന്ന് എത്തി നിൽക്കുന്നത് വലിയൊരു പ്രതിസന്ധിയുടെയും ആശയക്കുഴപ്പത്തിന്റെയും നടുവിലാണ്. സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ട ഒരു സംവിധാനത്തിന് മറ്റുള്ളവരെ ഉപദേശിക്കാൻ യാതൊരു ധാർമ്മിക അവകാശവുമില്ല. അവിശ്വാസികളെന്നും കാഫിറുകളെന്നും വിളിച്ച് ആളുകളെ അകറ്റി നിർത്താൻ നോക്കുന്ന പഴയകാല തന്ത്രങ്ങൾ ഇന്നത്തെ ആധുനിക ലോകത്ത് വിലപ്പോവില്ല. അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധം കൂടുതൽ വളരുക തന്നെ ചെയ്യും. പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഇത്തരം വിഷം ചീറ്റുന്ന പ്രസംഗങ്ങൾ ആ സൗഹൃദത്തിനു മുന്നിൽ ഒരു തടസ്സമാകില്ലെന്ന് മാത്രമല്ല, പാകിസ്ഥാന്റെ സങ്കുചിത ചിന്താഗതിയെ ലോകത്തിനു മുന്നിൽ വീണ്ടും തുറന്നുകാട്ടുക മാത്രമാണ് ചെയ്യുന്നത്.
വരും ദിവസങ്ങളിൽ ഈ വിഷയങ്ങളിൽ കൂടുതൽ അന്താരാഷ്ട്ര ചർച്ചകളും പ്രതിഷേധങ്ങളും ഉണ്ടാകുമെന്നതും ഉറപ്പാണ്. സ്വന്തം രാജ്യത്തെ കടുത്ത ആഭ്യന്തര പ്രതിസന്ധികളിൽ നിന്നും സാമ്പത്തിക തകർച്ചകളിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ പാകിസ്ഥാൻ സൈന്യം എടുത്തുവെച്ച മറ്റൊരു വർഗീയ കാർഡ് മാത്രമാണിത്. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ വളർന്നു വരുന്ന സൗഹൃദത്തെയും മാനവിക സഹായങ്ങളെയും സഹിക്കാൻ കഴിയാതെ പാക് സൈന്യത്തിന്റെ ഔദ്യോഗിക വക്താവ് നടത്തിയ വിദ്വേഷ പ്രസംഗം അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു പ്രതിഷേധത്തിന് വഴിവെച്ചിരിക്കുകയാണ്. മതത്തിന്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാനും സങ്കുചിത താൽപര്യങ്ങൾ സംരക്ഷിക്കാനുമുള്ള ഇത്തരം ശ്രമങ്ങൾ പാകിസ്ഥാനെ ലോകവേദിയിൽ കൂടുതൽ ഒറ്റപ്പെടുത്തുകയുള്ളൂ. വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം പ്രചരിപ്പിച്ച് സ്വന്തം പരാജയങ്ങൾ മറച്ചുവെക്കാനുള്ള പാക് സൈന്യത്തിന്റെ ഈ ഒരു തന്ത്രം പൂർണ്ണമായും പരാജയപ്പെടുമെന്നും സമാധാനത്തിന്റെയും പരസ്പര സഹകരണത്തിന്റെയും പാതയിലൂടെ മുന്നോട്ടു പോകുന്ന രാജ്യങ്ങളെ തകർക്കാൻ അവർക്കാകില്ലെന്നുമുള്ള ശക്തമായ സന്ദേശമാണ് ഈ സംഭവം നൽകുന്നത്. ഈ വാർത്തയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ERT അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.